സംസ്ഥാനത്ത് വീണ്ടും സ്ഥിരീകരിച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് പ്രത്യേക പഠനം ആരംഭിച്ച് ആരോഗ്യവകുപ്പ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഈ പഠനം. രോഗം ബാധിച്ചുള്ള സമീപകാലത്തെ 2 മരണങ്ങൾ ആരോഗ്യവകുപ്പിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്തിടെ അമീബിക് മെനഞ്ചൈറ്റിസ് ബാധിച്ച് 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും വീണ്ടും ഒരു കുട്ടിക്ക് കൂടി രോഗം ബാധിക്കുകയും ചെയ്തത് കടുത്ത ആശങ്കയാണ്. ജൂൺ 12-നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കണ്ണൂർ സ്വദേശിയായ 13-കാരി ദക്ഷിണ രോഗം ബാധിച്ചു മരിച്ചത്. മെയ് മാസത്തിൽ 5 വയസ്സുകാരിയായ ഫദ്ദയും അണുബാധയ്ക്ക് കീഴടങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിൽ നീന്തൽക്കുളങ്ങളിലെ വെള്ളത്തിന്റെ സുരക്ഷയും ശുചിത്വവും സംബന്ധിച്ച് പൊതുജനങ്ങൾക്കും ആശങ്കയുണ്ട്. ആശങ്ക വർദ്ധിച്ചതിനാലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പ് പ്രത്യേക പഠനം ആരംഭിച്ചത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പഠനം. നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള 12 വയസ്സുകാരൻ കുളിച്ച കുളവുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരികയാണ്. വെള്ളത്തിൽ 28 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില അമീബയുടെ വ്യാപനത്തിന് അനുയോജ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പൂൾ, സ്പാ ഉടമകൾ സുരക്ഷ ഉറപ്പാക്കാൻ വെള്ളത്തിലെ ക്ലോറിൻ അളവ് പതിവായി നിരീക്ഷിക്കണമെന്നും അമീബ വളരുന്നത് തടയാൻ നീന്തൽ കുളങ്ങളിലെ വെള്ളം മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. ജനം, തിരുവനന്തപുരം.